VCV ന്യൂസിൻ്റെ നാട്ടിലോട്ടെന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴുള്ളത് വടക്കാഞ്ചേരി നഗരസഭയിലെ 27-ാം ഡിവിഷൻ വിണാലൂരിലാണ്. എന്നോടൊപ്പമുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി VB പീതാംബരനാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? നമ്മുടെ ഈ വാർഡിനകത്ത് നല്ല ഉഷാറായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നത്. കാരണം നമ്മുടെ നിലവിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു വാർഡാണ്. ആ വാർഡിൻ്റെ എല്ലാ തരത്തിലും ആളുകൾ നല്ല ഒരു ജനകീയ അംഗീകാരം നമുക്ക് തരുന്നുണ്ട്. കാരണം ഈ വാർഡിനകത്ത് നല്ലവണ്ണം വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഇപ്പോഴുള്ള കൗൺസിലർ ഐശ്വര്യ നമുക്ക് ഒരുപാട് പറഞ്ഞ വാഗ്ദാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുകയും എല്ലാ മേഖലയ്ക്കകത്തും റോഡായാലും ശരി, കുടിവെള്ളമായാലും ശരി, ലൈറ്റായാലും ശരി, പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വികസനങ്ങളും നടപ്പിലാക്കാൻ നമുക്ക് നല്ലവണ്ണം സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ വളരെ നല്ല രീതിയിലുള്ള ആളുകളുടെ നല്ല പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് ഈ വാർഡിനകത്ത് വമ്പിച്ച ഭൂരിപക്ഷം ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ജനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസവും. ഇപ്പോൾ വോട്ട് ചോദിച്ച് ജനങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരെന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത്? കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ പറയാറുണ്ടോ? യെസ്, തീർച്ചയായും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ഇലക്ഷൻ നേടുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം, ജനങ്ങളുടെ ആവശ്യം വഴിയായിരുന്നു, നടവഴികൾ, ലൈറ്റുകളായിരുന്നു. തീർച്ചയായും നമ്മുടെ ഈ നഗരസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു മേഖല കൂടിയായിരുന്നു പിന്നെ പ്രധാന വഴികൾ, നടപ്പാതകളും, വഴികളും, ലൈറ്റുകളും, വഴിവിളക്കുകളും. അത് കൃത്യമായി നമുക്ക് പാലിക്കപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള കുറ്റമില്ലാത്ത തരത്തിൽ സംവിധാനങ്ങൾ നഗരസഭ ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ ഡിവിഷനകത്തും എല്ലാ മേഖലയ്ക്കകത്തും ലൈറ്റുമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനും വഴിയുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനം ഉപയോഗപ്പെടുത്താനും കൃത്യമായി ടാറിങ്ങും അതുപോലെ കോൺക്രീറ്റ് ഉൾപ്പെടെ എല്ലാ സംവിധാനവും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ തരത്തിലും ആളുകളുടെ നല്ല രീതിയിലുള്ള അംഗീകാരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കളിപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സഹകരണ സ്ഥാപനമായ PSC ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. CPMൻ്റെ സംഘടനാ നേതൃത്വ രംഗത്ത് ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ ഒരു പരിചയം എങ്ങനെ ജനങ്ങളുമായിട്ട് താങ്കളെ കൂടുതൽ സഹായിച്ചിട്ടുണ്ടോ? യെസ്, തീർച്ചയായും. എന്നെ സംബന്ധിച്ച് ഞാൻ 1986 മുതൽ സംഘടനാ രംഗത്തുണ്ട്. അന്ന് DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായി, DYFIയുടെ പഞ്ചായത്ത് സെക്രട്ടറിയായി, പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി, DYFIയുടെ ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറിയായി, ഒപ്പം തന്നെ അങ്ങനെ കൃത്യമായി പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി, ലോക്കൽ കമ്മിറ്റി സെൻറ്ററായി പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ഒപ്പം തന്നെ പെരിങ്ങോട് സർവീസ് സഹകരണ ബാങ്ക്, കേരളത്തിനകത്ത് അറിയപ്പെടുന്ന ഒരു ബാങ്ക് കൂടിയാണ് പെരിങ്ങോട് സർവീസ് സഹകരണ ബാങ്ക്. ആ ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റായി കൂടി ആ ചുമതലകൾ നിർവഹിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയും. ഒപ്പം സംഘടനാ രംഗത്ത് നമുക്ക് അനുഭവ സമ്പത്തുള്ള ആളുകളെ കൂടെ സഞ്ചരിച്ച് ഇത്രയും ഏകദേശം 4 പതിറ്റാണ്ടോളം സമയത്ത് നമുക്ക് ഈ പ്രദേശത്തും അല്ലാതെയും എല്ലാ മേഖലയ്ക്കകത്തും ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പരിഹരിക്കാനും കഴിയാവുന്ന തരത്തിൽ നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെയുണ്ട്. തീർച്ചയായും നമുക്ക് ആ ആത്മവിശ്വാസം നല്ലവണ്ണം എൻ്റെ മനസ്സിനകത്തുണ്ട്. ഒരു രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം എന്ന നിലയിൽ രാഷ്ട്രീയം പറഞ്ഞാണോ വോട്ട് ചോദിക്കുന്നത്, അതോ സാധാരണ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ പോലെ നാടിൻ്റെ ഡിവിഷനിലുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന വിഷയങ്ങൾ ഉയർത്തി കാണിച്ചാണോ വോട്ട് ചോദിക്കുന്നത്? എങ്ങനെയാണ്? തീർച്ചയായും ഈ ഇലക്ഷനകത്ത് കുറച്ച് രാഷ്ട്രീയം പറയാതിരിക്കാനും കഴിയില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൻ്റെ സമയത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും ജനകീയ ഒരുപാട് അംഗീകാരം കേടാവുന്ന തരത്തിൽ ഒരുപാട് സംവിധാനം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട് അതുപോലെ ഈ അതിദാരിദ്ര്യ മേഖലയ്ക്കകത്ത് ഈ സർക്കാർ ചെയ്ത ഏറ്റവും വലിയ ഒരു സംവിധാനമാണ്. അത് ജനങ്ങൾക്ക് ഒരുപാട് അത്തരം പാവപ്പെട്ട ജനവിഭാഗത്തിന് ഒരുപാട് ഉപകാരപ്രദമാണ്. അത്തരം അതിദാരിദ്ര്യ മേഖലയ്ക്കകത്തുള്ള ആളുകളെ സർവേ കണ്ടെത്താൻ വേണ്ടി ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം നമ്മൾ നടപ്പിലാക്കിയ പൈലറ്റ് പ്രോജക്റ്റ് നമ്മുടെ 27-ാം ഡിവിഷനാണ്. ഈ ഡിവിഷനകത്ത് നമുക്ക് അത്തരം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഏകദേശം 3 പേരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അവരെല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ ആ സംവിധാനത്തിൽ മാറ്റി പുതിയ യുഗത്തിലേക്ക് വരാവുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനം അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കിയത് നമ്മുടെ ഈ 27-ാം ഡിവിഷനകത്താണ്. കൂടുതലും ജനങ്ങൾ ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ട് എന്താവശ്യമാണ് കൂടുതലും ഉന്നയിക്കുക? അത് വെള്ളമാണോ, റോഡാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പുതിയ പദ്ധതികൾ എന്തെങ്കിലുമാണോ അത് നടപ്പിലാക്കണം? അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ആവശ്യം പറയാറുണ്ടോ? പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞാണ് പ്രധാനപ്പെട്ട വിഷയം. നേരത്തെ പറഞ്ഞ പോലെ സഞ്ചരിക്കാനൊരു റോഡ്, കണ്ണ് കാണാനൊരു ലൈറ്റ്, താമസിക്കാനൊരു വീട്, ഇതാണ് പ്രധാനപ്പെട്ട ആളുകളുടെ പ്രധാന വിഷയം. അപ്പോൾ നമ്മുടെ ഈ വാർഡിനകത്ത് കഴിഞ്ഞ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 20ഓളം നമുക്ക് വീട് വാർഡിനകത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഈ വാർഡിനകത്ത് അത്തരം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടം തന്നെയാണ്.
രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റുമായി ബന്ധപ്പെട്ടും വെള്ളവും വെളിച്ചവും നമ്മുടെ ഈ മേഖലയ്ക്കകത്ത് ഭഗീരഥ കുടിവെള്ള പദ്ധതിയും സംവിധാനമുണ്ട്. MLAയുടെ സഹായത്തോടു കൂടി ഏകദേശം 20 ലക്ഷത്തോളം 12 ലക്ഷത്തോളം മുതൽ 20 ലക്ഷം വരെയുള്ള സാമ്പത്തികം ലഭിച്ചുകൊണ്ട് ആ പൈപ്പ് മാറ്റിയെടുത്തുകൊണ്ട് എല്ലാ മേഖലയ്ക്കകത്തും കുടിവെള്ളത്തിൻ്റെ സ്രോതസ് എത്തിക്കാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനം കിട്ടിയതിൻ്റെ ഭാഗമായി അത്യാവശ്യം എല്ലാ വീടുകളിലേക്കും അതിന് സംവിധാനം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളവും വെളിച്ചവും വീടും എന്ന ഒരു പ്രാഥമിക ഒരു മനുഷ്യൻ്റെ ആവശ്യം കൃത്യമായി നിറവേറ്റാൻ കഴിഞ്ഞ ഈ 5 വർഷക്കാലം നമ്മുടെ ഈ വാർഡിനകത്ത് പ്രതികാരം ചെയ്ത ഐശ്വര്യയുടെ ഇടപെടലും ഒപ്പം തന്നെ വാർഡ് കൺവീനർ നിലയ്ക്ക് അവരോടൊപ്പം സഞ്ചരിക്കാനും ഈ ആളുകളൊക്കെ ആയിട്ട് നന്നായിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലും നമുക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നിറവിൽ ഒരു നിൽക്കുക തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഒരു സംഘടനാ പ്രവർത്തനം എന്ന നിലയ്ക്ക് എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനം താങ്കളെ കൂടുതൽ സഹായിച്ചത്? അതായത് ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു രീതി സാധാരണ ആളുകളെ ചെന്ന് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ അവരെ ഷേക്കൻഡ് കൊടുക്കുക, ഒരു വോട്ട് ചോദിക്കുന്ന രീതിയിലൊക്കെ ഒരു വ്യത്യാസമുണ്ടോ? സംഘടനാ പ്രവർത്തനം അതിന് സഹായിച്ചിട്ടുണ്ടോ? സംഘടനാ പ്രവർത്തനവും പാർലമെൻ്ററി പ്രവർത്തനവും രണ്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സംഘടനാ പ്രവർത്തനം അവരുടെ നിലവിലുള്ള സംവിധാനങ്ങൾ ഒപ്പം നിന്നുകൊണ്ട് സഹായിച്ചു കൊടുക്കുകയും അത് പാർലമെൻറ്റ് രംഗത്തേക്ക് വരുമ്പോഴും അത് ഗുണകരമാകുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമാണോ? തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമാണ്. എന്നാൽ ഞാൻ ഈ നഗരസഭയ്ക്കകത്ത് ആദ്യമാണെങ്കിലും ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ ജോലി സ്ഥലത്ത് അവിടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് മത്സരിച്ച് 2 തവണ അവിടെ പ്രതിദാനം ചെയ്യുകയും ആ സൊസൈറ്റിക്കകത്ത് പ്രതിദാനം ചെയ്യുകയും ഞാൻ അവിടുത്തെ ആ സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഈ പാർലമെൻറ്റ് രംഗത്ത് കുറച്ചുണ്ടെങ്കിലും സംഘടനാ രംഗത്ത് കൂടുതലുണ്ടെങ്കിലും ഇതെല്ലാം ഒരു അനുഭവ സമ്പത്ത് ഈ ഇലക്ഷനകത്ത് നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാനും അവരെ സ്നേഹം സമ്പാദിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തിലാണ് ഞാൻ. ഇപ്പോൾ നമ്മോടൊപ്പം മുൻ കൗൺസിലറുണ്ട്. അപ്പോൾ ആ കൗൺസിലറുടെ ഒരു പ്രവർത്തനം എങ്ങനെ സഹായകമായിട്ടുണ്ടോ? തീർച്ചയായും നമ്മുടെ ഈ 5 വർഷക്കാലം ഈ ഐശ്വര്യ എന്ന കൗൺസിലർ നമ്മുടെ ഈ ഡിവിഷനകത്ത് നല്ലവണ്ണം വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഉത്തമറ്റ രീതിക്കകത്തുള്ള എല്ലാ ആളുകളെയും അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി സജീവമായി രംഗത്തിറങ്ങുകയും നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അവരൊപ്പം നിൽക്കാനും ഏത് ആവശ്യത്തിനും മുൻപ് നിൽക്കാനും അവരൊപ്പം സഞ്ചരിച്ച ആൾ കൂടിയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആളുകൾക്ക് അതിനോട് അതൃപ്തിയില്ലാതെ തൃപ്തിപ്പെടുത്താവുന്ന തരത്തിലുള്ള എല്ലാ ഇടപെടലും നിലവിലുള്ള കൗൺസിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അതിൻ്റെ ഒരു അനുഭവ സമ്പത്തും ആളുകളുടെ സ്നേഹവും എനിക്കും ലഭിക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വോട്ടായി മാറുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത് തീർച്ചയായും ലഭിക്കും. ഞാനിവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ സ്ഥാനാർത്ഥി അങ്ങനെ പൊതു കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അംഗൻവാടിക്ക് വേണ്ടിയിട്ട് സ്വന്തം സ്ഥലം കൊടുത്തു അങ്ങനെ ചില നാട്ടുകാർ പറയണ്ടായി. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായും ഞാൻ 1996 ഞാൻ എൻ്റെ പരിമിതമായ ശമ്പളം പറ്റുന്ന സമയത്ത് ജോലിയുള്ള സമയത്ത് പ്രദേശത്ത് ഏറ്റവും വലിയ ഒരു ആവശ്യമായ ഘടകമായിരുന്നു കുട്ടികൾക്ക് സ്ഥിരമായി പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയുള്ളൊരു അംഗൻവാടി എന്ന സംവിധാനം. അത് പല സ്ഥലങ്ങളിലായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന അംഗൻവാടിയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായി അവിടെ ഇരിക്കാനും അവർ കൃത്യമായി കെട്ടിടം പണിതതിനുള്ളിൽ ഒരു അടച്ചുറപ്പുള്ള ഒരു കെട്ടിടം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അത്തരം കാലഘട്ടത്തിലാണ് നമ്മൾ എന്നെ സഹായിച്ചൊരു ഘടകമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു പ്രഭാകരേട്ടൻ എന്ന് പറയുന്ന ഒരു എൻ്റെ സുഹൃത്ത്, അദ്ദേഹം എനിക്ക് 3 സെൻറ്റ് സ്ഥലം എഴുതി തരികയും ആ സ്ഥലം അന്ന് പഞ്ചായത്തായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. ആ പഞ്ചായത്തിലേക്ക് ഞാൻ കച്ചിയിട്ട് വെച്ച് അത് പഞ്ചായത്തിലേക്ക് കൊടുത്ത് 3 സ്ഥലം അംഗൻവാടിക്ക് ഞാൻ സ്വന്തമായി മേടിച്ച് അത് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. അത് ഇന്നും സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ വലിയ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച് നമ്മുടെ പ്രദേശത്തുള്ള അല്ലാതെയുള്ള കുട്ടികൾ വന്ന് അവിടെ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുത്ത് അംഗൻവാടി എന്ന് പറയുന്ന മുറ്റത്തെ പൂന്തോട്ടത്തിലെ പൂമ്പാറ്റകൾ എന്ന് പറയുന്ന പോലെ തന്നെ ആ കുട്ടികൾ അവിടെ നല്ല സുരക്ഷിതമായി 4 സൈഡും മതിൽ കെട്ടി കൃത്യമായി അവിടെ പഠിച്ച് പരിപാലിച്ച് പോരുന്ന ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം നിങ്ങളോടുകൂടി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായും അത് നമ്മുടെ അതിൻ്റെയൊക്കെ എല്ലാം ഒരു ഫലമായി ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലയ്ക്കകത്ത് ചെല്ലുമ്പോൾ പ്രദേശത്തും അല്ലാതെയും ചെല്ലുമ്പോൾ ഈ ഡിവിഷനകത്ത് എല്ലാവരും സ്നേഹം സമ്പാദിക്കാനും അവരായിട്ടുള്ള ഇടപഴകാനും അവരെ കൃത്യമായിട്ടുള്ള ഒരു സ്നേഹം നന്നായി കിട്ടാനും ലഭിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ സാധാരണ മുൻ കൗൺസിലർമാർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരു പേടി ഉണ്ടാവാറുണ്ട്. കാരണം കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്കൊരു ജനങ്ങളോട് വോട്ട് ചോദിക്കണോ അല്ലെങ്കിൽ ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണോ എന്നൊക്കെ പറയാനൊരു പേടി തോന്നാറുണ്ട്. മുൻ കൗൺസിലർക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇല്ല, എനിക്ക് നിലവിൽ പേടിയൊന്നുമില്ല. കാരണം ഞാൻ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ ഇറങ്ങുന്നത്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ചെയ്ത ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. ഈ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കൂടുതലും വികസനമാണോ ചർച്ച ചെയ്യുന്നത് അതോ രാഷ്ട്രീയമാണോ? എല്ലാവരും രാഷ്ട്രീയമായിട്ട് അറിവുള്ളവരാണ്. കാരണം 1980-കൾക്ക്
മുതൽ ഇടതുപക്ഷത്തിന് വളരെ ആധിപത്യമുള്ളൊരു പ്രദേശം കൂടിയാണ്. രാഷ്ട്രീയം അങ്ങനെ കൃത്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണോ വോട്ട് ചോദിക്കുന്നത്, അതോ വികസനത്തിൽ ഊന്നിക്കൊണ്ടാണോ? തീർച്ചയായും രാഷ്ട്രീയം വികസനമുണ്ട് അതിനകത്ത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയോ ഒരുപാട് 19 വർഷത്തോളം പഴക്കമുള്ള ഈ വാർഡിനകത്ത് ഒരു ഇടതുപക്ഷ ചായ്വിൻ്റെ നിറവിൽ തന്നെയാണ് ഈ വാർഡ് നിൽക്കുന്നത്. അന്ന് മുതലേ നമുക്ക് വികസനം, നേരത്തെ പറഞ്ഞ പോലെ വികസനം നല്ല രീതിയിൽ നമുക്ക് കാഴ്ചവെക്കാനും, അപ്പോൾ ഈ ഇടതുപക്ഷ മനസ്സ്, ഒരു മണ്ണ്, ഇടതുപക്ഷത്തിൻ്റെ സ്വഭാവമുള്ളൊരു മണ്ണ് നമ്മുടെ ഈ വാർഡിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അന്നുണ്ട്, ഇന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് പിന്നെ ആളുകളോട് കൃത്യമായി അത് നേരത്തെ പറഞ്ഞ പോലെ പറയാനും, പിന്നെ അവരുടെ മനസ്സ് പിന്നെ ഇടതുപക്ഷത്തിന് ചായ്വുള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായും അതിനകത്ത് നല്ലൊരു പിന്നെ ഈ ഇലക്ഷൻ അന്നേരം സഹായിക്കും എന്നുള്ളത് തർക്കമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ വികസനം എന്നായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രാദേശികമായ ഇലക്ഷൻ ആയതുകൊണ്ട് വികസനം പ്രധാന ഒരു ഘടകമാണ്. ആ ഘടകം രാഷ്ട്രീയത്തിൽ കൂടെ സംസാരിച്ച് അതിനകത്ത് നമുക്ക് അത് ആളുകളുടെ മനസ്സ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായും അതിൻ്റെ അനുഭവ സമ്പത്തിൻ്റെ ഭാഗമായി പറയുകയാണ്. ആളുകളുടെ ഇടയിൽ നിന്ന് സംസാരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള നേരത്തെ പറഞ്ഞ പോലെ നല്ല അംഗീകാരം ലഭിക്കുന്നുണ്ട്. വികസനം തന്നെയാണ് പ്രധാന ലക്ഷ്യം. നമ്മളിപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളോടും ചോദിക്കാറുണ്ട്, ഇപ്പോൾ നമ്മൾ വിജയിച്ച് കഴിഞ്ഞാൽ ഇന്ന കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന പദ്ധതി നടപ്പിലാക്കും, ഇന്നത് റോഡ് കൊണ്ടുവരും, അല്ലെങ്കിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ജനങ്ങളോട് പറയാനുണ്ടോ? ഈ ഡിവിഷനിലെ വോട്ടർമാരോട് പറയാനുണ്ടോ, ഇന്ന പദ്ധതി ഞാൻ കൊണ്ടുവരും, അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയത്തക്ക എന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ടോ? തീർച്ചയായും നമുക്ക് കലാകായിക രംഗത്ത് യുവജന മേഖലയ്ക്കകത്ത് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഏറെ ശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ ശ്രമിക്കുന്നുണ്ട്. ഒന്നുകൂടെ കൃത്യമായി ഒന്നുകൂടി ഇടപെടേണ്ടതുണ്ട്. പിന്നെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കൊരു സഹായ ഒരു കേന്ദ്രം നമുക്ക് ഉണ്ടാക്കാനും, അവരെ നമുക്ക് ഒരു നിശ്ചിത സമയം അവരവിടെ ഇരുത്തി സന്തോഷിപ്പിക്കാവുന്ന തരത്തിലൊരു കേന്ദ്രം ഉണ്ടാക്കാനും, അത്തരം മേഖലയ്ക്കകത്ത് ഒരു വയോജന കേന്ദ്രം എന്ന രീതിക്കകത്ത് ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കാവുന്ന തരത്തിൽ ഒരു ശ്രമം നമുക്ക് ആലോചിക്കുന്നുണ്ട്. തീർച്ചയായും അതിന് ശേഷം നമുക്ക് അത് വരുത്താവുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തും. നാടിൻ്റെ എല്ലാ മേഖല ആൾക്കാരെയും ചേർത്ത് പിടിക്കാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനം കൂടി രൂപപ്പെടുത്തി വരുന്നുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. 1980 മുതൽ ഇടതുപക്ഷം തുടർച്ചയായി വിജയിക്കുന്ന ഒരു പ്രദേശമാണ് മീണാലൂർ പ്രദേശം. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ ഈ ഡിവിഷൻ നിലനിർത്തുമെന്നാണ് LDF പറയുന്നത്. ഏതായാലും എല്ലാവിധ ആശംസകളും.